അല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ UDF-ന്റെ. അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു. എന്നിട്ട് പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാണെന്ന് പറഞ്ഞാണ്. ഗുരുദേവൻ അങ്ങനെയായിരുന്നു. ഗുരുദേവനെ അവമാനിക്കണം. ദേവി, ഇത് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ചതയദിനം കൂടിയാണ്. ഗുരുദേവനെ ആരും അപമാനിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അദ്ദേഹത്തോട് വഴക്കിടാനും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ. അല്ല, അതൊക്കെ അതിനെന്താ പ്രശ്നം? അത് SNDP യൂണിയൻ എന്ന് പറയുന്നത്, SNDP എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ? ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിതമായ സംഭവം. ഞാൻ ശ്രീനാരായണീയനാണ്. ഞാൻ ശ്രീനാരായണന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയനാണ് ഞാൻ പോവുമല്ല എടുത്തു. അത് അവിടെ ആ സ്ഥാനത്ത് ആരിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. BD പരാമർശം വളരെ വിവാദമായിരുന്നല്ലോ. അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. KPCC അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഞാൻ അതിനെക്കുറിച്ച്, അത് സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. മുൻ KPCC പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ സദ്യയിൽ താനാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞ് വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടിക്കാർക്ക് വരെയുണ്ട്. അവരെല്ലാം മുതിർന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹം പറഞ്ഞതിലൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന് അവരവര് ആലോചിച്ചാൽ മതി. എനിക്കൊരു പരാതിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരാതിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. CPM ത്തിന്റെ മാധ്യമ വിഭാഗം അവര് യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ, കുറെ യൂട്യൂബ് ചാനലുകളെ ഇവര് പർച്ചേസ് ചെയ്തിട്ട് അവര് വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അതൊന്നും എന്റെ മീതെ ഒരു പോറല് പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതൊന്നും എനിക്ക് അങ്ങനെ പരാതിയൊന്നും. ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളെ സ്ഥാനമാണ് നഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബൽറാമിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ബൽറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? ഡിജിറ്റൽ മീഡിയ നോ, അത് തെറ്റായ വാർത്തയാണ്. VT ബലറാമിനെ ഒന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം KPCCയുടെ ഉപാധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു തീരുമാനം. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല. അല്ല, അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള സമരവും നടക്കും. ഈ കോൺഗ്രസിലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട്. അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം. തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? കേരളം മുഴുവൻ അലയടിച്ച് എന്റെ മുമ്പിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതെന്റെ ബോധ്യങ്ങളിൽ നിന്ന്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. എല്ലാ നേതാക്കന്മാരും ചേർന്ന് കൂട്ടായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കേരളം മുഴുവൻ കടല് പോലെ അലയടിച്ച് വന്നാലും ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് നിലപാടാണ്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും. ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും. അതൊന്നും കാര്യമില്ല.
നമ്മുടെ ബോധ്യമാണ്. നമ്മളത് പരിശോധിച്ച് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത ഏകകണ്ഠമായ ഒരു തീരുമാനം. ആ തീരുമാനം 100% അത് ശരിയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തുന്നുണ്ട്. ആവർത്തിച്ചു കഴിഞ്ഞുള്ള കാരണം പ്രവർത്തകർക്കിടയിൽ സതീശേട്ടൻ ഒരു പ്രവർത്തകരുടെ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകർ. അല്ലല്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലും അല്ല, സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുവിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്കൊന്നും ആവില്ല. പോരാട്ടങ്ങൾ നല്ല പോരാട്ടങ്ങളാണ്. തിരുവോണത്തിന്റെ അന്ന് വരെ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങളുടെ പ്രവർത്തകർ. ഈ കുന്നംകുളം ഇഷ്യൂവിന്റെ പുറത്ത് തിരുവോണത്തിന്റെ അന്ന് മാർച്ച് നടത്തിയില്ലേ? പോലീസ് മർദ്ദനത്തിന് അല്ലെങ്കിൽ പോലീസിന്റെ മോശം പെരുമാറ്റത്തിനെതിരെ പോസ്റ്റ് ഇട്ട ഒരു CPM SFI നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു CPM പ്രാദേശിക നേതാവിന് ഞാൻ പറഞ്ഞല്ലോ, ലോക്കൽ സെക്രട്ടറിയെ തടയുന്നു, CPM ആളുകളെ തടയും. നിങ്ങൾ അതൊക്കെ വാർത്തയാക്കി എടുക്കുക. എപ്പോഴും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഒരു ബോറാവും. ഇടയ്ക്ക് അതുകൂടിയൊക്കെ വാർത്തയാക്കി, എന്തോരം വാർത്തയാക്കി. നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തനയില്ലേ തള്ളി നീക്കിയിട്ട് പാർട്ടി തീരുമാനമാണ് സംസാരിക്കരുതെന്ന് പറഞ്ഞു അല്ലേ? അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ്. SHOന്റെ കയ്യിൽ നിന്ന് അടികിട്ടി വന്ന ലോക്കൽ സെക്രട്ടറിയാണ്. പറയാൻ പോലും നിങ്ങൾ വല്ല കോൺഗ്രസ്സുകാരും വല്ലവരാണ് നിങ്ങളെ വന്ന് തള്ളി മാറ്റിയെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്യൂ ഉണ്ടാക്കിയാനെ? ഓരോ ചാനലുകളിൽ എന്തെല്ലാം വിഷയം ഉണ്ടാക്കിയാനെ? നിങ്ങളെ വന്ന് തള്ളി മാറ്റിയില്ലേ? നിങ്ങൾ സംസാരിക്കണ്ട. ഇങ്ങനെ കൈവത്തി ക്യാമറയുടെ മുമ്പിൽ കാണിച്ച CPM പ്രവർത്തകർ വന്നിട്ട് ഒരു പരാതി നിങ്ങൾക്ക് ആർക്കുമില്ല.